ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ടോവിനോ തോമസ് നായകനായിട്ടുള്ള പുതിയ ചിത്രമായ നരിവേട്ട കണ്ടു. എ വെൽ എക്സിക്യൂട്ടഡ് എക്സലന്റ് പൊളിറ്റിക്കൽ ഡ്രാമ. എന്റെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് 10-20 വർഷം മുമ്പ് കേരളത്തിൽ വളരെ കോളികളൊക്കെ ഉണ്ടാക്കിയ, വളരെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയം. ആ വിഷയത്തെ കുറിച്ചിട്ടാണ് ഈ സിനിമ നമ്മളെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തിന്റെ ബിഫോർ ഇവന്റ്സ്, ആഫ്റ്റർ ഇവന്റ്സ്, ആ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിന്റെ ഒരു സിനിമാറ്റിക് ഒരു അവതരണമാണ് ഈ പടം. നവാഗതനായിട്ടുള്ള നവാഗതനല്ല, ആള് ഇഷക് എന്ന് പറഞ്ഞ ഒരു പടം സംവിധാനം ചെയ്തിരുന്നു. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ചിത്രമാണത്. അനുരാജ് മനോഹർ. റിട്ടേൺ ചെയ്തിരിക്കുന്നത് എബിൻ ജോസഫ്. ടോവിനോ, സുരാജ്, തമിഴിലെ നടനും സംവിധായകനുമായിട്ടുള്ള ചേരൻ, ഇവരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനൊരു പൊളിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പോലീസ് ക്രൈം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ. വളരെയധികം ഇന്റൻസ് ആയിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് പടം കടന്നു പോകുന്നത്. ഇതിന്റെ ഒരു സ്റ്റോറിയിലേക്ക് വരുന്നതിന് മുന്നേ, ഇതിന്റെ റിവ്യൂയിലേക്ക് വരുന്നതിന് മുന്നേ കോമൺ ആയിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ഒരു സിനിമ കണ്ടു ഇറങ്ങി നമ്മളതിനെ രണ്ട് തരത്തിലാണ് നമ്മളതിനെ വിലയിരുത്തുക. ഒന്നുകിൽ എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പടം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടാലും നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചിത്രങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് ഇതാണ് പടം, അതൊക്കെ എന്ത് പടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പടം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക എന്ന് കരുതി ഇതിനെ പരിഹസിക്കുക, ഇതിന്റെ നായകനെ പരിഹസിക്കുക, ഡയറക്ടറെ പരിഹസിക്കുക. അങ്ങനെ പരിഹസിച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുകൊണ്ടൊരു വൈറലാക്കുക എന്ന് പറയുന്നതും ശരിയായ ഒരു നടപടിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ കാരണം പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാരണം പറയാം. എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു. അതിന് എനിക്ക് തോന്നിയ കാരണങ്ങളിൽ ആണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനപരമായിട്ട് ഇതിന്റെ സ്ക്രീൻ പ്ലേ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ പോകുന്നത്. ഒരു 2-2.25 മണിക്കൂർ വളരെ സ്ലോവിലി ക്യാരക്ടർ ആർക്കൊക്കെ സുരാജിന്റെ ആണെങ്കിലും ടോവിനോന്റെ ആണെങ്കിലും ബിൽഡ് ചെയ്ത് ഒരു ഇന്റർവ്യൂവിനോട് അടുക്കുമ്പോഴാണ് ഈ വിഷയത്തിലേക്ക് അവർ വരുന്നത്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ സോഷ്യൽ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്ക്രീൻ പ്ലേക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, ഡയലോഗ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഇതിൽ വളരെ ശക്തമായി തന്നെ നവാഗതനായിട്ടുള്ള എബിൻ ജോസഫും ഡയറക്ടറും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ മേക്കിങ്ങും പെർഫോമൻസും ആണ്. ഇത് രണ്ടും പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. മേക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യണതിനൊപ്പം തന്നെ അതിലൊരു സിനിമാറ്റിക് ഫ്ലേവർ കൂടി ആഡ് ചെയ്താൽ അത് നമുക്ക് എൻഗേജിങ് ആയിട്ട് വരും. അതിൽ ഈ ക്രൂ വിജയിച്ചിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സുരാജിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സുരാജിന്റെ ഒരു വളരെ നീറ്റ്, മൂപ്പരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ആയി എന്നത് കൃത്യമായി കാണിക്കുന്ന ഒരു പടം. തമിഴിലെ പണ്ടത്തെ നടനും ഇപ്പോഴും നടനും സംവിധായകനുമായിട്ടുള്ള ചേരൻ, ആള് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ആൾക്ക് കിട്ടിയ റോള് ഒരു ഇമ്പാക്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളോട് നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട രീതിയിൽ ആളുടെ ചില മാനറിസങ്ങൾ, ബോഡി ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നായികയ്ക്ക് വളരെ ചെറിയൊരു റോളുള്ളൂ, പക്ഷെ അത് ആവശ്യമാണെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇതിൽ ടോവിനോന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിലുള്ള ചില നാട്ടിലത്തെ വിഷയങ്ങളിൽ ഒരാളാണ് ഈ നായിക. പിന്നെ ടോവിനോന്റെ അമ്മ, അങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. ടോവിനോന്റെ ക്യാരക്ടർ ആർക്ക് അതിലൂടെയാണ് ഈ കഥ നമുക്ക് വ്യൂ ചെയ്യപ്പെടുന്നത്. ടോവിനോന്റെ ക്യാരക്ടർ ആർക്ക് പറയുകയാണെങ്കിൽ വളരെ ബ്രില്യന്റിലാണ് അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ടോവിനോ വളരെ നല്ല മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാൻ കാരണം ഈ ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു സഹതാപം, ചിലപ്പോൾ ഒരു പുച്ഛം, ചിലപ്പോൾ ദേഷ്യം, പിന്നീട് നമ്മൾ പടം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിനോട് ഭയങ്കര സന്തോഷം, അഭിമാനം തോന്നും. ആ രീതിയിലാണ് ഇതിന്റെ ക്യാരക്ടർ ആർക്ക് ഇങ്ങനെ വളർന്ന് ഗ്രോത്ത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ചില ഘട്ടങ്ങളൊക്കെ ടോവിന് വളരെ എന്താ പറയാ ഇമോഷണലി വളരെ സിൻസിയർ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അഭിനയിക്കുന്ന ചില നിമിഷങ്ങൾ പടത്തിലുണ്ട്. എനിക്കത് വളരെയധികം ടച്ച് ചെയ്തു. പിന്നെ ഇതിന്റെ ഏതൊരു പടത്തിലും ചില സീനുകൾ നമുക്ക് ഒന്നുകൂടി മോർ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വരണമെങ്കിൽ അതിന്റെ മ്യൂസിക് വളരെ വളരെ ഒരു സ്ട്രോങ് ഫാക്ടറാണ്. ജെക്സ് ബിജോയ് ഈ പടത്തിലും ജെക്സ് ബിജോയുടെ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് എന്ന് പറയാം, ഇതിലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഇമ്പാക്ട്ഫുൾ ആയി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തത് പുതിയ ആളാന്ന് തോന്നുന്നു, വിജയ് എന്ന് പറഞ്ഞ ആള്. ചില സിംഗിൾ ഷോട്ട് സീക്വൻസ് ഒക്കെ ഉണ്ട്, അടിപൊളി, ഒന്നും പറയാനില്ല. മൊത്തത്തില് നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ വളരെ ഒരു ഇന്റൻസ് ബോൾഡ് ഡ്രാമ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം മിസ്സാക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം എൻജോയ് ചെയ്യുക. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഈ പടം കാണാം, നിങ്ങളതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവാം. പക്ഷെ അത് മറ്റുള്ളവരിൽ അടിച്ചമർത്തലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം,
അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം. അത് എന്നിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം. ഞാനത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല സന്തോഷവാനായിട്ടാണ് പടം കഴിഞ്ഞ് ഇറങ്ങിയത്. നിങ്ങൾ അടുത്ത തിയേറ്ററിൽ പടം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.